അട്ടപ്പാടി മധു കൊലക്കേസിലെ ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടു. ഹുസൈന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു. മരക്കാർ ഉൾപ്പെടെയുള്ള പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളുകയും ചെയ്തു. രേഷ്മ ബാബുവിലേക്ക്. രേഷ്മ, പറയൂ പ്രധാനപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. രാഖി, അട്ടപ്പാടി മധു വധക്കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. ബാക്കി മരക്കാർ, രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് പ്രത്യേക കോടതി നേരത്തെ വെറുതെ വിട്ട് 4ഉം 11ഉം പ്രതികളെ ഇപ്പോൾ ശിക്ഷിച്ചിട്ടുണ്ട് ഹൈക്കോടതി. ഇവരുടെ ശിക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ഉണ്ടെങ്കിൽ അത് 12:30 മണിക്ക് വീണ്ടും കേൾക്കാമെന്നുള്ള നിലപാടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും കീഴ്ക്കോടതി വെറുതെ വിട്ട 4ഉം 11ഉം പ്രതികളെ ശിക്ഷിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. നേരത്തെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പീലുകൾ അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നടപടി. പക്ഷേ ഹുസൈന്റെ അപ്പീൽ ഹൈക്കോടതി അനുവദിച്ചുകൊണ്ട് ഹുസൈൻ അനുകൂലമായിട്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് ഒന്നാം പ്രതിയായിട്ടുള്ള ഹുസൈനെ വെറുതെ വിട്ടിരിക്കുന്നു. ഇതിന്റെ കാര്യകാരണങ്ങളൊക്കെ തന്നെ നമുക്ക് വിധിപ്പകർപ്പ് ലഭ്യമായെങ്കിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. മറ്റുള്ള പ്രതികളുടെ അപ്പീലൊക്കെ തന്നെ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 4ഉം 11ഉം പ്രതികളുടെ ഒക്കെ തന്നെ അവരുടെ ശിക്ഷ, അവരെ വെറുതെ വിട്ട നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ അപ്പീലുകൾ അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നടപടി. നേരത്തെ സർക്കാരിന്റെ ആവശ്യം എന്ന് പറഞ്ഞിരുന്നത് ഈ ഒരു 14 പ്രതികൾക്കും ഉള്ള ശിക്ഷ അത് 7 വർഷം കഠിന തടവായിരുന്നു. ആ ശിക്ഷ കുറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം കഠിന തടവ് നൽകണം. അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് SC/ST കോടതി 4ഉം 11ഉം പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. ആ നടപടിയും റദ്ദാക്കണമെന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഇനി 12:30 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു തവണ കൂടി ഈ ഹർജികൾ കേൾക്കും, അല്ലെങ്കിൽ ഹർജികൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കേൾക്കും. കാരണം ഈ നേരത്തെ കീഴ്ക്കോടതി വെറുതെ വിട്ട പ്രതികളുടെ അടക്കം ഭാഗങ്ങൾ കൂടി കേൾക്കേണ്ടതുണ്ട്. അത് സാധാരണ രീതിയിൽ കോടതിയുടെ ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. എന്തായാലും 12:30 ഡിവിഷൻ ബെഞ്ച് വീണ്ടും ഈ വിഷയം കേൾക്കുന്നുണ്ട്. ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്നാണ് സുപ്രധാനമായിട്ടുള്ള വിധി ഉണ്ടായിരിക്കുന്നത്. 2018 ഫെബ്രുവരി 22-നാണ് നാടിനെ നടുക്കിയ ഈ ആൾക്കൂട്ട കൊലപാതകം ഉണ്ടാകുന്നത്. മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് അട്ടപ്പാടിയിലെ വനവാസി യുവാവായ മധുവിനെ എല്ലാവരും കൂടി ആക്രമിക്കുന്നതും പിന്നീട് അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. ഈ ഹുസൈൻ പ്രധാനമായിട്ട് ഉന്നയിച്ചിരുന്ന ഒരു വാദം, വനത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് താൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വാദമായിരുന്നു. പക്ഷേ അതുമാത്രമല്ല, ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും ഹുസൈനെ വെറുതെ വിട്ടിട്ടുണ്ട് ഹൈക്കോടതി. അതോടൊപ്പം ബാക്കിയുള്ള പ്രതികളുടെ ശിക്ഷ അത് ഉയർത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. അതോടൊപ്പം തന്നെ നേരത്തെ കീഴ്ക്കോടതി വെറുതെ വിട്ട 2 പ്രതികളെ ഹൈക്കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. പ്രതികളുടെ ഭാഗങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാനായിട്ട് ഹൈക്കോടതി അവസരം നൽകിയിരിക്കുകയാണ്. 12:30 ഈ വിഷയം ഹൈക്കോടതി വീണ്ടും കേൾക്കുന്നതായിരിക്കും. രാഖി, ശരി രേഷ്മ, എന്തായാലും വളരെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് അട്ടപ്പാടി മധു കൊലക്കേസുമായി ബന്ധപ്പെട്ട് വരുന്നത്. പ്രതികളുടെ അപ്പീലുകൾ, ഒപ്പം തന്നെ സർക്കാരിന്റെ അപ്പീലുകൾ ഇപ്പോൾ കോടതി പരിഗണിച്ചു. അതിൽ വിധി വരുന്നു എന്നുള്ളതാണ്. ഒന്നാം പ്രതി ഹുസൈനെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ഹുസൈന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മരക്കാർ ഉൾപ്പെടെയുള്ള പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി എന്നുള്ളതാണ്. ഒപ്പം തന്നെ രേഷ്മ, ഈ കീഴ്ക്കോടതി വെറുതെ വിട്ട 4ആം പ്രതിക്കും 11ആം പ്രതിക്കും ശിക്ഷ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. ഒപ്പം തന്നെ വിചാരണ കോടതി ശിക്ഷയൊക്കെ തന്നെ വിധി ശരിവെച്ചിട്ടുമുണ്ട്. എങ്ങനെയാണ് ഈ 4ആം പ്രതിയും 11ആം പ്രതിക്കും വീണ്ടും ശിക്ഷ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് രേഷ്മ? രാഖി, നമുക്ക് മനസ്സിലാക്കുന്നത് നേരത്തെ കീഴ്ക്കോടതി വെറുതെ വിട്ട 4ഉം 11ഉം പ്രതികൾക്ക് 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ വിധിപ്പകർപ്പ് ലഭ്യമായെങ്കിൽ മാത്രമേ യഥാർത്ഥ വസ്തുതകൾ വ്യക്തമാവുകയുള്ളൂ. നേരത്തെ കീഴ്ക്കോടതി വെറുതെ വിടാനായിട്ടുള്ള കാരണം ഇതിന്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നുള്ള കുറ്റങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് SC/ST അട്രോസിറ്റീസ് ആക്ട് അടക്കം അതിന്റെ വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ട് അത് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വാദഗതികൾ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി നേരത്തെ
നേരത്തെ കീഴ്ക്കോടതി വെറുതെ വിട്ട 2 പേർക്കും ശിക്ഷ നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഈ 4ഉം 11ഉം പ്രതികളെ നേരത്തെ വെറുതെ വിട്ടവരാണ്. അവർക്ക് കൂടി ശിക്ഷ ഈ കേസിൽ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, അതായത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഏറെ സുപ്രധാനമാണ്. കാരണം പ്രോസിക്യൂഷൻ നേരത്തെ ഈ കേസിലടക്കം വലിയ രീതിയിൽ നാണക്കേട് ഉണ്ടായിരുന്നു. അവർക്ക് ഈ 2 പ്രതികളെയും വെറുതെ വിട്ട സാഹചര്യം പ്രോസിക്യൂഷന്റെ അലംഭാവമാണെന്നുള്ള ഒരു ആക്ഷേപം നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ 2 പ്രതികൾക്കും ഹൈക്കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ പ്രോസിക്യൂട്ടർ പുറത്തേക്ക് വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ ശിക്ഷാ വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന് കരുതാമോ? രാഖി, അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം ഈ ഒരു പ്രതികളെ നേരത്തെ തന്നെ 10 മണിയോടുകൂടി ഇവിടെ ഹാജരാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വിധി പറയാനായിട്ട് മാറ്റുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ എല്ലാ പ്രതികളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ തിങ്കളാഴ്ച ഹാജരാകണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 10 മണിയോടുകൂടി തന്നെ എല്ലാ പ്രതികളും ഹൈക്കോടതിയിൽ ഹാജരായി. പുറത്തുണ്ടായിരുന്ന ആളുകൾ, അതായത് ജാമ്യത്തിലുള്ള ആളുകൾ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി. ബാക്കി ജയിലിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകളെ ജയിൽ അധികൃതർ ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇനിയുള്ളത് ഈ നേരത്തെ വെറുതെ വിട്ട പ്രതികളോട് ചില കാര്യങ്ങൾ, അത് സ്വാഭാവിക നടപടിക്രമങ്ങൾ എന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ടതുണ്ട്. അതിൽ ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ വക്കീല് അഭിഭാഷകർക്ക് നിലവിൽ ഹൈക്കോടതി വിധിച്ചിട്ടുള്ള ശിക്ഷ അത് ഏത് വിധത്തിലാണ്, അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന നേരത്തെ വെറുതെ വിട്ട പ്രതികളോട് സംസാരിക്കാം. അതിനുശേഷം 12:30 കൂടി ഹൈക്കോടതി വീണ്ടും ഈ കേസ് വിളിപ്പിക്കും. അപ്പോൾ ഈ വീണ്ടും ചില കാര്യങ്ങളിൽ വ്യക്തത ഹൈക്കോടതി സ്വാഭാവിക നടപടിക്രമം എന്നുള്ള രീതിയിൽ പ്രതികളോട് വരുത്തുകയും ചെയ്യും. എന്തായാലും പ്രതികളെല്ലാവരും തന്നെ ഹൈക്കോടതിയിൽ തന്നെയുണ്ട്. നേരത്തെ മധുവിന്റെ കുടുംബം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മധുവിന് ഹൈക്കോടതിയിൽ നിന്നെങ്കിലും നീതി ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ആ കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷേ 1-ാം പ്രതിയായിട്ടുള്ള ഹുസൈനെ വെറുതെ വിട്ട നടപടി കുടുംബത്തിനെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായിരിക്കും. എന്തായാലും സരസു അതായത് മധുവിന്റെ സഹോദരി അല്പസമയത്തിനുള്ളിൽ ഹൈക്കോടതിയുടെ ഭാഗത്തേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ 12:30 തന്നെ ഈ കേസ് ഹൈക്കോടതി വീണ്ടും വിളിക്കുന്നുണ്ട്. രാഖി.